പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കിയാണ്. ഞാൻ ഇന്നലെ പെൺകുട്ടികളുടെ, പ്രത്യേകിച്ചും ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ അമ്മമാർ പെട്ടെന്ന് മരിച്ചു പോയാൽ ഉണ്ടാകാവുന്ന ആ പെൺമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ശൂന്യത, ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ പറയാൻ കാരണമുണ്ട്. എൻ്റെ ജീവിതത്തിൽ 2 മരണാസന്നമായ ഘട്ടം കടന്നു പോയിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ പുനർജന്മം നേടിയിട്ട് ഏതാണ്ട് 6ാമത്തെ വർഷമാണിത്. ശരിക്ക് 2 തവണയൊക്കെ മനുഷ്യർക്ക് ദൈവം ആ ഭാഗ്യം കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് 2 തവണ ലഭിച്ചിട്ടുണ്ട്. ഒന്ന്, എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ മകളെ പ്രസവാനന്തരം എനിക്ക് അതിഭയങ്കരമായ ബ്ലീഡിങ് ഉണ്ടാവുകയും തൊട്ടടുത്ത ദിവസം തന്നെ അവർക്ക് ഇന്നലെ സർജറി നടത്തിയ വയറ് റീഓപ്പൺ ചെയ്ത് എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായി. അങ്ങനെയാണ് എൻ്റെ ബ്ലീഡിങ് നിർത്തിയത്. ശരിക്കും അന്ന് ഞാൻ മരിച്ചു പോകേണ്ടിയിരുന്നതാണ്. അന്നൊക്കെ ഏകദേശം 31 വർഷം മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിൽ ബ്ലീഡിങ്ങൊക്കെ ഉണ്ടായാൽ ലക്ഷത്തിലൊരാളൊക്കെ രക്ഷപ്പെടാറുള്ളൂ. അങ്ങനെ രക്ഷപ്പെട്ട ലക്ഷത്തിലൊരു ഭാഗ്യവതിയാണ് ഞാൻ. ശരിക്ക് ഞാനാണോ ഭാഗ്യവതി, എൻ്റെ മകളാണോ ഭാഗ്യവതി എന്ന് എനിക്കറിയില്ല. കാരണം അടിക്കടി ഉണ്ടായ 2 സർജറി കാരണം എനിക്ക് വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെസ്റ്റിൽ വല്ലാതെ കഫം കെട്ടി അതിഭീകരമായ ചുമയും കഫക്കെട്ടും ഒക്കെ വന്ന് ചുമച്ച് എൻ്റെ സ്റ്റിച്ചുകളെല്ലാം പൊട്ടി. പിന്നീട് എനിക്ക് കുറേ ശ്വാസമുട്ട് പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളായിരുന്നതുകൊണ്ട് എനിക്കറിയില്ല, ഒരു 10-22 ദിവസക്കാലത്തോളം മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കൂടെയുള്ള ഒരു നൂൽപ്പഴുതിലൂടെ ഞാൻ കടന്നു പോവുകയും പിന്നീടൊരു സുപ്രഭാതത്തിൽ ഒരു പുനർജന്മം പോലെ ഞാൻ എഴുന്നേറ്റ് വരികയും ചെയ്തു. അപ്പോൾ ശരിക്കും അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ അനാഥയായി പോകേണ്ടിയിരുന്ന എൻ്റെ മകളാണ്. ഒരമ്മയില്ലാത്ത കുട്ടി എങ്ങനെയായിരിക്കും ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും വലിയ സമ്പന്നരൊന്നും അല്ലാത്തൊരു സാധാരണ ഫാമിലിയിൽ എൻ്റെ മകൾ ഒരിക്കലും ഇന്നത്തെ പോലെ ആയില്ലായിരുന്നു. പക്ഷെ അന്ന് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അത് ഡോക്ടറുടെ കയ്യിൽ തകരാറ് കൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുകാരെല്ലാം ശരിക്ക് ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കണം എന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്കറിയാം, എൻ്റെ സർജറി ചെയ്ത ഡോക്ടർ എനിക്കുണ്ടാകുന്ന ഓരോ ഭീകരമായ അവസ്ഥയിലും ഡോക്ടർ എന്തുമാത്രമാണ് മാനസികമായിട്ട് പ്രക്ഷുബ്ധപ്പെട്ടതെന്നും അവർ മാനസിക വേദന അനുഭവിച്ചതെന്നും അവരെന്തുമാത്രം കഷ്ടപ്പെട്ടാണ് എൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഓരോ നിമിഷത്തിലും ആ ഹോസ്പിറ്റലും ആ ഡോക്ടർമാരും ഇടപെട്ടതെന്നും ഈ അർത്ഥബോധാവസ്ഥയിലാണെങ്കിൽ പോലും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു വേള ആ ഡോക്ടർ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ മകൾക്ക് അന്ന് 22 വയസ്സാണ് പ്രായം, അവരുടെ മൂത്ത മകളുടെ പ്രായം. അതേ പ്രായത്തിലുള്ള എൻ്റെ 22ാമത്തെ വയസ്സിൽ എൻ്റെ യൂട്രസ് അവർക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നല്ലോ എന്നോർത്തവർ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നെ ഒരുപാട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ഒരു അസ്ഥിപഞ്ജരം മാത്രമായി. കാരണം അന്ന് എൻ്റെ ലോകത്തുള്ള, എൻ്റെ നാട്ടിലുള്ള ഒരുപാട് നല്ല മനുഷ്യർ 10-15ഓളം ബോട്ടിൽ ബ്ലഡ് തന്നിട്ടാണ് എനിക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞത്. അങ്ങനെ എൻ്റെ നാട്ടുകാർ ഊറ്റിത്തന്ന രക്തം സ്വീകരിച്ച് ഞാൻ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമ്പം ഒരു അസ്ഥിപഞ്ജരം മാത്രമാണ് എൻ്റെ തോളിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞും ഞാനും വരുമ്പം അന്നെൻ്റെ ദൃഢനിശ്ചയമുണ്ട്, എൻ്റെ കുഞ്ഞ് പഠിക്കാൻ മിടുക്കുണ്ടെങ്കിൽ അവൾ നല്ല മിടുക്കിയ ഒരു ഡോക്ടറാക്കണമെന്നുള്ളത്. കാരണം എനിക്ക് ആ 22 ദിവസം നേരിട്ട ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും ഒരു ലേഡി ഡോക്ടറായിരുന്ന സ്റ്റെല്ല മാഡം വളരെ ധീരതയോടുകൂടി ആത്മവിശ്വാസം കൈവിടാതെ, അവരുടെ മനസാന്നിധ്യം കൈവിടാതെ നിന്നാണ് എൻ്റെ ജീവൻ രക്ഷിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് അവരെ ഞാൻ ദൈവത്തെ പോലെയാണ് കാണുന്നത്. കാരണം എൻ്റെ യൂട്രസ് നഷ്ടപ്പെട്ടു പോയെങ്കിലും എൻ്റെ മകളെ എനിക്ക് തന്നു. എൻ്റെ മകൾ നന്നായി പഠിച്ച് എല്ലാ ക്ലാസ്സുകളിലും നല്ല മിടുക്കിയായിട്ട് വന്നു. അവളെന്നൊരു ഡോക്ടറാണ്. അപ്പോൾ അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ മകളൊന്നും ഡോക്ടറാകില്ലായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് ദീർഘമായ 25 വർഷം പൂർത്തിയായപ്പോഴാണ് എൻ്റെ കരൾ കേടായതും എൻ്റെ കരൾ മാറ്റി വയ്ക്കേണ്ടതായിട്ടുള്ള ഘട്ടം വന്നതും. അന്ന് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മകളുടെ അമ്മയായതുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് എനിക്ക് കരൾ തരാൻ തയ്യാറായത്. കാരണം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട്, ഒരച്ഛനേക്കാളും അമ്മയാണ് കുട്ടിക്ക്, പെൺമക്കൾക്ക് വളരെ പ്രധാനപ്പെട്ടതെന്ന്. അന്ന് എൻ്റെ മകൾ കരൾ കേടാകുന്ന സമയത്ത് മോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും 12 വർഷക്കാലത്തോളം ഞാൻ
കരൾ രോഗിയായിട്ട് നടന്നു. അതിനെ സർവൈവ് ചെയ്ത് നിന്നാണ് മകളെ പഠിപ്പിക്കാൻ ഭർത്താവും ഞാനും കൂടി ഒരുപാട് കഷ്ടപ്പെട്ട് മോളെ ഡോക്ടറാക്കി ഇറക്കിയ സമയത്താണ് കരൾ മാറ്റി വയ്ക്കേണ്ടതായ അവസ്ഥ വന്നത്. മകൾ അവിവാഹിതയാണ്. അപ്പോൾ അവിവാഹിതയായ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് ഒരമ്മ കൂടി ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഗുണത്തെക്കുറിച്ച് എൻ്റെ ഭർത്താവ് നന്നായി ചിന്തിച്ചിട്ടുണ്ടാവാം. ലോകത്തുള്ള ഒരുപാട് മനുഷ്യർ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരുപാട് പണം എനിക്ക് വാരിത്തന്നു. അതിന് ഈ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഇറങ്ങാൻ എൻ്റെ LIC കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് കരൾ തരാൻ തയ്യാറായി വന്നു. പക്ഷേ പിന്നീട് പുള്ളിയുടേത് എടുക്കാൻ പറ്റാതെ പുള്ളിക്ക് സുഖമില്ലാതാവുകയും എൻ്റെ ഭർത്താവ് തരാൻ തയ്യാറാവുകയും ചെയ്തു. പിന്നീട് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്, FB സുഹൃത്തുക്കളാണെങ്കിലും എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരാണെങ്കിലും എൻ്റെ ജീവിതം മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അവരിറങ്ങി തിരിച്ച് ഫണ്ട് കണ്ടെത്തി 30 ലക്ഷത്തോളം രൂപ എനിക്ക് ചിലവാക്കിക്കൊണ്ട് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൻ്റെ കരൾ മാറ്റി വെച്ചിട്ട് ഞാൻ തിരിച്ചു വരുന്നത് 6ാമത്തെ വർഷമാണ്. അങ്ങനെ ദൈവം എനിക്ക് 2 തവണ എൻ്റെ ലൈഫ് നീട്ടിത്തന്നു. ശരിക്കും 2 തവണയൊക്കെ ഒരാൾക്ക് ഭാഗ്യക്കുറി അടിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായാലും ആ ലൈഫും തിരിച്ച് കിട്ടിയപ്പം എൻ്റെ മകൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വിവാഹത്തിനടുത്ത് നിൽക്കുന്ന സമയത്താണ് എൻ്റെ സർജറി കഴിഞ്ഞ് വരുന്നത്. 1 രൂപ സ്ത്രീധനം കൊടുക്കാനോ 1 ഗ്രാമിൻ്റെ സ്വർണ്ണം ഇടാനോ എനിക്ക് നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിലും എൻ്റെ മകൾക്കൊരു ഡോക്ടറെ തന്നെ കണ്ടെത്തണമെന്ന് ഞാനും ആഗ്രഹിച്ചു. അപ്പോൾ ആ ഓരോ പുരുഷന്മാരുടെയും ആലോചനകൾ വരുമ്പം അത് മകൾക്കൊപ്പം നിന്ന്, അവളുടെ മൈൻഡിനൊപ്പം നിന്ന് ചിന്തിച്ച്, അവളുടെ തീരുമാനങ്ങൾക്കൊപ്പം എല്ലാത്തിനും ധൈര്യം കൊടുത്ത് നിന്ന് നല്ലൊരു വരനെ കണ്ടെത്തി എനിക്ക് മകൾക്കൊപ്പം നിന്ന് ആ വിവാഹം നടത്തി കൊടുത്ത് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടീനേജ് പ്രായത്തിൽ മാത്രമല്ല, നമ്മൾ ജനിച്ചിട്ട് ഈ സമയത്ത് അമ്മമാർ മരിച്ചു പോകുന്ന മക്കളുടെ അവസ്ഥ വളരെ ദാരുണമായ അവസ്ഥ തന്നെയാണ്. എൻ്റെ മകൾ ജനിച്ചപ്പം ഞാൻ മരിച്ചു പോയെങ്കിലും എൻ്റെ മകളുടെ ആ 23-24 വയസ്സിലാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലും എൻ്റെ മകൾക്ക് ഇന്ന് കിട്ടിയൊരു ജീവിതം ചിലപ്പം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാ മക്കൾക്കും അവരെ അമ്മമാരെ കിട്ടട്ടെ. അവരെ സ്നേഹിച്ച് അവരെ വളർത്തി വലുതാക്കി അവരെ സ്വപ്നം കാണുന്ന പോലെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പാകത്തിന് എല്ലാ അമ്മമാരെയും ദീർഘായുസ്സോടുകൂടി മക്കൾക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.